നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ വാർത്ത വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ നിന്നും പുറത്തുവരുന്നത് അമ്മയുടെ നിർണായക മൊഴി പുറത്തുവരികയാണ്. മജിസ്ട്രേറ്റിന് മുന്നിലാണ് അമ്മ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞത്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതും വേദനയോടുകൂടി കേൾക്കാനും കഴിയുന്ന ഒരു കാര്യം, ഈ അബോധാവസ്ഥയിൽ പോലും അമ്മ സ്വന്തം മകനെ മാറോട് ചേർത്ത് പിടിക്കുകയാണ്. ആ മാതൃവാത്സല്യം കാരണം നടന്ന സത്യം, തന്നോട് തന്റെ മകൻ ചെയ്ത ക്രൂരത അമ്മ മജിസ്ട്രേറ്റിന് മുന്നിൽ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. കട്ടിൽ നിന്നും വീണ് തല തറയിൽ ഇടിച്ചാണ് പരിക്ക് സംഭവിച്ചത് സാറേ എന്ന് പറയുകയാണ് ആ അമ്മ. ഇതുപോലെ ക്രൂരത ആ അമ്മയോട് മകൻ ചെയ്തിട്ടും മകനെ ഒറ്റുകൊടുക്കാതെ അഫാന്റെ അമ്മ കട്ടിൽ നിന്ന് വീണ് തല തറയിൽ ഇടിച്ചതെന്നാണ് അമ്മ മൊഴി നൽകിയിട്ടുള്ളത്. അമ്മയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. ഗുരുതര പരിക്കേറ്റ അമ്മ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. അമ്മയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന വിശദീകരണം. എന്നിരുന്നാലും ആദ്യം അമ്മ തിരക്കിയത് അർഫാൻ എവിടെ, തന്റെ ഇളയ മകൻ എവിടെ എന്നാണ് അമ്മ തിരക്കിയത്. ഈ അഫാനെ കുറിച്ച്, മൂത്ത മകനെ കുറിച്ച് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. അത് പൊട്ടിക്കരയുന്നുണ്ട് അമ്മ എന്നും പറയുന്നുണ്ട്. കണ്ണിന് താഴെ അമ്മയുടെ 2 എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. തലയ്ക്ക് പുറകിലായി 13 സ്റ്റിച്ച് ആ ഉമ്മയ്ക്കുള്ളത്. മാത്രമല്ല വാ പൂർണ്ണമായും തുറക്കാനും കഴിഞ്ഞിട്ടില്ല. വാ പകുതി മാത്രമാണ് തുറക്കാനും കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പോലും അമ്മ തനിക്കുണ്ടായ, ഒരുപക്ഷെ തന്റെ ഇളയ മകൻ മരിച്ച വിവരം അറിഞ്ഞിട്ടുണ്ടാവില്ല. തന്റെ വീട്ടിലേക്ക് മറ്റൊരു പെൺകുട്ടി വരികയും ആ പെൺകുട്ടിയും തന്റെ വീട്ടിൽ കിടന്ന് മരിച്ച കാര്യവും അറിഞ്ഞിട്ടുണ്ടാകില്ല. തന്റെ ഭർത്താവിന്റെ സഹോദരൻ മരിച്ച കാര്യം അറിഞ്ഞിട്ടില്ല. ഭാര്യ മരിച്ച കാര്യം അറിഞ്ഞിട്ടില്ല. ഭർത്താവിന്റെ അമ്മ മരിച്ച കാര്യം ഒന്നും അറിഞ്ഞില്ല. അതും ഈ 23 വയസ്സുകാരനായ തന്റെ മൂത്ത മകന്റെ കൈകാൽ ഇവരെല്ലാവരും മരിച്ചു എന്ന് ഒന്നും തന്നെ അവർ അറിഞ്ഞിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും തന്നോട് ചെയ്ത ഈ ക്രൂരത, തന്നോട് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്രൂരത അത് പുറം ലോകം അറിയരുത് എന്നാണ് ആ അമ്മ കരുതിയിരുന്നത്. എന്നാൽ പുറം ലോകത്ത് ഇത്രയും സംഭവ വികാസങ്ങൾ നടന്നു എന്ന യാഥാർത്ഥ്യം ആ അമ്മയ്ക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു സാഹചര്യം, ആ ഒരു ആരോഗ്യസ്ഥിതി അതിലേക്ക് അമ്മ വന്നിട്ടില്ല. എങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ പോലും ആ മകനെ മാറോട് ചേർത്ത് പിടിക്കുകയാണ്. മൂത്ത മകനെ കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല. ഇളയ മകൻ എവിടെ, അർഫാൻ എവിടെ എന്നാണ് അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്. അർഫാൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അബോധാവസ്ഥയിൽ അർഫാന്റെ നിലവിളി അമ്മയ്ക്ക് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം. അതായിരിക്കും അർഫാൻ എവിടെ എന്ന് ഉള്ള കാര്യം അമ്മ തിരക്കുന്നത്. എന്തായാലും മൂത്ത മകനെ കുറിച്ച് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിൽ അമ്മ മജിസ്ട്രേറ്റിന് മുന്നിലാണ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരോഗ്യസ്ഥിതി ആശുപത്രിയിൽ കൊണ്ടുവന്നതിനേക്കാളും കുറച്ചധികം മെച്ചപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ പൂർണ്ണമായും മെച്ചപ്പെട്ടിട്ടില്ല. അതിനുള്ള ഈ ചികിത്സയെല്ലാം തന്നെ തുടർന്ന് വരികയാണ്. ഗൾഫിൽ നിന്നും ഭർത്താവ് ഉടൻ തന്നെ എത്തുമെന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ തൽക്കാലം അദ്ദേഹത്തിന് ചില നിയമക്കുരുക്കുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് എത്താൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ അമ്മയോട് വേണമായിരുന്നോ മകനെ നിന്റെ ക്രൂരത എന്ന് കേരളം ഒന്നടങ്കം ചോദിക്കുകയാണ്.